ശരിക്കും പറഞ്ഞൊരു ഹ്യൂജ് വീടാണ്. പക്ഷേ ഫീൽ എന്ന് പറയുന്നത് ഒറ്റ പ്ലേസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അധികം മുറികൾ തിരിച്ചിട്ടുള്ളതായിട്ട് ഇവിടെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. സാധാരണ ഒരു കാലാവസ്ഥയിലാണെങ്കിൽ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്ന ഫാനിന്റെ ആവശ്യം ഉണ്ടാവാറില്ല. ഈ ലൈറ്റൊക്കെ ഭയങ്കര രസമുള്ളതാണ്. കാരണം അത് ചിരട്ട കൊണ്ടാണ് ചെയ്തേക്കുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം അത് എനിക്ക് ചെയ്ത ആളുടെ ഒരു ആത്മാർത്ഥതയാണ്. വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ടൈൽസ് ആണെങ്കിലും ടൈൽ ഫാക്ടറിന്റെ ബാക്കിൽ നിന്ന് പൊട്ടിക്കിടക്കുന്ന ഒരു വേസ്റ്റാണെന്ന് പറഞ്ഞ് കളഞ്ഞിട്ടുള്ള സാധനം എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ 5 പൈസ കൊടുത്തിട്ടില്ല ഇവിടുത്തെ ടൈൽസിന്. നമ്മളുടെ ഒരു ജനറലി ഉള്ള ഒരു ഹൗസിങ്ങിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്, നമുക്ക് വീടുണ്ടാക്കുമ്പോൾ 100 കൊല്ലത്തേക്ക് വേണം, നമ്മൾ പോലും 100 കൊല്ലത്തേക്ക് ഉണ്ടാവില്ല. ഇത് ഭയങ്കര രസമുള്ള സംഭവമാണ്. ഇത് ഒരാൾക്കല്ല 2 പേർക്ക് ഇവിടെ കിടന്നുറങ്ങാന്നുള്ളതാണ് ഭയങ്കര രസമായിട്ട്. ഇവിടെ കഴിഞ്ഞ മഴക്കാലത്ത് ഇത് ഉണ്ടാക്കിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവര് മഴ ഏത് ഡയറക്ഷനിലൂടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായി പഠിച്ചിട്ടാണ് ഇതിന്റെ ഷേപ്പ്. നമ്മൾ വിചാരിക്കും ഇത് വെറുതെ ഇങ്ങനെ റാൻഡം ആയിട്ട് റെഗുലർ ഷേപ്പ് ഉണ്ടാക്കി. അതാണ് ഇത് ശരിക്കും എന്ത് സ്റ്റൈൽ വീടാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാ? അങ്ങനെ ഒരു സ്റ്റൈലില്ല. അതാണ് ഇതിന്റെ സ്റ്റൈൽ. അതാണ് ഇതിന്റെ സ്റ്റൈൽ. കോഴിക്കോട് ഗാർഗിയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. ഗാർഗി നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്. ഇത് ശരിക്കും ഗാർഗിയുടെ കുറെ സുഹൃത്തുക്കള്, അതായത് ആർട്ടിസ്റ്റുകളാണ് ചെയ്തിരിക്കുന്നത്. ബാച്ചലർ ഓഫ് ഫൈനാൻസ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ ഈ വീടിന് വേണ്ടിയിട്ട് പല സംവിധാനങ്ങളിലും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഇതിന്റെ ഒരു രസം എന്ന് പറയുന്നത്. അത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത്രയും മൈൻഡ് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ മണിയേക്കാളും കൂടുതൽ മൈൻഡ് ഇൻവെസ്റ്റ് ചെയ്ത വീടാണ്. അതിന്റെ പ്രത്യേകതകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് ഗാർഗി നമുക്ക് പറഞ്ഞുതരും. ഇല്ലേ ഗാർഗി? ശരിക്കും പറഞ്ഞൊരു ഹ്യൂജ് വീടാണ്. പക്ഷേ ഫീൽ എന്ന് പറയുന്നത് ഒറ്റ പ്ലേസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അധികം മുറികൾ തിരിച്ചിട്ടുള്ളതായിട്ട് ഇവിടെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് ചെയ്തതാണോ? അതെ. ഈ മരമൊക്കെ കൊണ്ടുവന്നത് അത് മീൻസ് നമ്മള് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വീട് ഡിസൈൻ ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ തന്നെ കുറെ റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാണ്. അപ്പം പല വീടുകൾ കണ്ടിട്ടുള്ളതുകൊണ്ടും കുറച്ച് സൈറ്റ് എഞ്ചിനീയറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടും എനിക്ക് കുറച്ച് ധാരണകൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ വേണം ഇങ്ങനെ വേണം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആയിരുന്നു വീടിന്റെ നടുവിലൊരു മരം വേണം എന്നുള്ളത്. ഇവിടെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം അത് ഈ മഴക്കാലത്തൊരു വിഷയമില്ല. ഇല്ല. ബേസിക്കലി ഈ വീടിന്റെ നമ്മൾ പ്രധാന ഐഡിയ ആയിട്ട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പകല് നമുക്ക് ലൈറ്റും ഫാനും ഉപയോഗിക്കേണ്ടി വരരുത്. അപ്പം അതുകൊണ്ടാണ് ഓടൊക്കെ ഇങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ഈ വീടിന്റെ ഒരു പൊസിഷൻ വെച്ചിട്ട് വിൻഡ് ഡയറക്ഷൻ ഉണ്ടല്ലോ, കാറ്റിന്റെ ഡയറക്ഷൻ, അതിനനുസരിച്ചിട്ടാണ് ഈ ഓപ്പണിംഗ് എല്ലാം കൊടുത്തിരിക്കുന്നത്. കാറ്റ് കയറി പോവും. സാധാരണ ഒരു കാലാവസ്ഥയിലാണെങ്കിൽ ഇവിടെ ഇരിക്കുക എന്ന് പറയുന്ന ഫാനിന്റെ ആവശ്യം ഉണ്ടാവാറില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും.